കരിഞ്ഞു എന്ന് പറയും. അപ്പൊ സംഗതി കഴിഞ്ഞു പരിപാടി. നമ്മുടെ അടിപൊളി സാധനം. നമ്മള് മീൻ വറുത്തൊക്കെ കഴിക്കില്ലേ ചോറിന്റെ കൂടെ, എന്ന പോലെ അവര് മറാഠികൾ കഴിക്കണതാണ് ഇങ്ങനെ. വിള്ളല് വന്നേക്കണ ആരാ ജഗ്ഗുവാ? ചൂടായിട്ട് മുറിക്കുക കേട്ടോ. നമ്മളെല്ലാം ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കാറ്. അടയില്ലേ, അടയുടെ ഒരു പാകത്തിനാണ് ഇതില് വേണ്ടത് കേട്ടാ. 2-3 ടീസ്പൂൺ ഇട്ടൊന്ന് പരീക്ഷ നടത്താൻ പോരാ. അപ്പൊ നമ്മളൊരു 3 മണിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, അതിപ്പോ 7 മണി. ഈ കൊത്തമല്ലി കൊണ്ടൊരു പാടയാണ്, മഹാരാഷ്ട്രക്കാരുടെ ഒരു സാധനമാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങൾ പകലെടുക്കാൻ വിചാരിച്ച വീഡിയോ ആയിരുന്നു, പുറത്തെടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കാനത്ത മഴ ഞങ്ങളുടെ പ്ലാനുകളൊക്കെ പൊളിച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുക്കളയിലേക്ക് വന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ മിഞ്ഞാന്ന് ആൻറ്റീൻ്റെ അവിടേക്ക് പോയില്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അവർ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻറ്റിയൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു പാചകം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ വിചാരിച്ചിട്ടല്ല പോയത്, അവിടെ ചെന്നേ പിന്നെയാണ് അത് ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ ഗ്യാസ് സ്റ്റവ് നമുക്ക് ഊരാൻ കിട്ടണില്ല. അവിടുത്തെ അടുക്കള കുട്ടി അടുക്കളയാണ്. പിന്നെ അവിടെ ഭയങ്കര കാറ്റും മഴയും. ഞങ്ങൾ ചെന്നതിന്റെ പിന്നാലെ ഭയങ്കര കാറ്റും മഴയുടെ അവിടെ കറണ്ടൊക്കെ പോയി, കറണ്ട് വരുന്നില്ല. അപ്പൊ അടുക്കളയിൽ നിന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞടുക്കളയാണ്. പിന്നെ പുറത്താണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ വട്ടം പോയിട്ട് പ്രിയ ഉണ്ടാക്കിയില്ലേ ദഹിപ്പുരി, പാനിപ്പൂരി ഉണ്ടാക്കിയില്ലേ? അതിപ്പോ ആ ഒരു പറമ്പലല്ലേ ചെയ്തത്. അപ്പൊ പക്ഷെ ആ പറമ്പലില് കാടും പടലൊക്കെ പിടിച്ചിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കാണ്. പിന്നെ മഴ പെയ്തിട്ട് ആകെ ചെളി. എന്നാലും കുഴപ്പമില്ല, അവിടെ എങ്ങനെയെങ്കിലൊക്കെ എടുക്കാന്ന് വിചാരിച്ചു നമ്മള് ഗ്യാസ് സ്റ്റവ്. പക്ഷെ ഊരിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോണ്ടേ, അത് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം 2 മണിക്കൂറോളം. പിന്നെ ഇവിടെ വന്നിട്ട് അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞേ. അതുകൊണ്ടാണ് ആ കുഞ്ഞെ കുട്ടി കൊണ്ട് ചെയ്യിപ്പിക്കാണ്ട്. അവനൊന്നും അറിയില്ല, ആള് വെറുതെ പറയണാണ്. മറ്റേ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുക, ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്ക് അതൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ എന്നിട്ട് വിചാരിച്ചെങ്കിൽ ഈ വട ആൻറ്റി ഉണ്ടാക്കണത് ഉണ്ടല്ലോ, അപ്പൊ അതില് അവൻ ഒപ്പം വീഡിയോയിൽ മൊത്തം. അപ്പൊ അവനൊരു ആഗ്രഹമില്ല ആ വീഡിയോയിൽ ഒന്ന് മുഖം കാണിക്കണം, ആൾക്ക് അത്ര ഉള്ളൂ. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് അവനെ വെറുതെ കാണിച്ചിട്ട് അത് വടി കൊടുത്ത് അടി വാങ്ങിച്ച പോലെ മൊത്തം കമന്റ്സ്. ആ കുട്ടീനെ നിങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചു, ആശ കൊടുത്തു. ഞങ്ങളായിട്ടല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുവോ? അപ്പൊ അതുകൊണ്ടാണ് അവനെ കുറച്ച് സമയമെങ്കിലും, അവന്റെ ഒരു ആഗ്രഹമല്ലേ വീഡിയോയിൽ മുഖം കാണണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവനെ പിടിച്ചിട്ട് ആ വീഡിയോയുടെ ലാസ്റ്റ് ആയാലും നമുക്ക് എന്ത് തന്നെയായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഇനി നാളെ ആൻറ്റി തിരിച്ച് ബോംബെക്ക് പോവുക. അപ്പൊ ആൻറ്റിക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പിറ്റേ ദിവസം വീഡിയോ എടുക്കായിരുന്നു. ഇവിടെ നിന്ന് ഗ്യാസ് അടുപ്പും ഗ്യാസും കുറ്റി എല്ലാം കൊണ്ടുപോയിട്ട്. പക്ഷെ അവിടെ പാക്കിങ് തിക്കും തിരക്കും ബഹളാ. ആൻറ്റി തിരിച്ച് ആൻറ്റി മാമനും ബോംബെക്ക് പോവും. 2 ദിവസം കഴിഞ്ഞാൽ നീതു ദുബായിലേക്കും പോവും. അപ്പൊ നമ്മൾ പറയും ഇതിന്റെ പേര് ഈ കൊത്തമല്ലി കൊണ്ടൊരു പാടയാണ്, മഹാരാഷ്ട്രക്കാരുടെ ഒരു സാധനമാണ് കേട്ടോ ആൻറ്റി പറഞ്ഞത്. ഉണ്ടാക്കണതാണ് പണ്ട് തൊട്ട്. അവിടെ ബോംബെയിൽ പോയി പോയിട്ട് അവിടുത്തെ മഹാരാഷ്ട്ര മറാഠികൾ ഉണ്ടാക്കുന്ന ഒരു വടയാണിത്. അപ്പൊ മല്ലിയില കഴുകി വാലാൻ വെച്ചിട്ട് ഈ സാധനം കുരുകുരുന്നിനെ അരിഞ്ഞെടുക്കാം. നമുക്ക് ആവശ്യത്തിന് മല്ലിയില എടുക്കാട്ടോ. മല്ലിയിലയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അപ്പോൾ നോർത്തിൽ താമസിക്കുന്നവര്, ബോംബെയിലൊക്കെ ഉള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരിക്കും. പലഹാരം എന്ന് പറഞ്ഞാൽ നീതു പറഞ്ഞത് അവര് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാന്ന്. പണ്ട് ഈ തമിഴ്നാട്ടുകാര് ബാബാ ഹോട്ടലിൽ വരുമ്പോ നമ്മൾ സാധാരണ ചോറ് കഴിക്കുമ്പോ അവര് സൈഡിൽ പരിപ്പുവടയൊക്കെ കൂട്ടി ചോറിന തന്നെ. നമ്മള് തമിഴ്നാട്ടിലത്തെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ചോറിന്റെ സദ്യ വിളമ്പുമ്പോ പരിപ്പുവടയൊക്കെ ഉണ്ടാവും. തമിഴ്നാട്ടിലല്ല, നമ്മള് ബാലാമണിയേച്ചിയുടെ കല്യാണല്ലേ, ബാലാമണിയേച്ചിയിലെ കണ്ണംകുളങ്ങരത്തെ അവരുടെ കല്യാണത്തിന്. അല്ല, നാട്ടിലായിരുന്നു. നമ്മുടെ ഗീതാഞ്ജലി ഹോളങ്ങടില്ലേ, അവിടെയായിരുന്നു സദ്യ എന്നാണ് എൻ്റെ ഓർമ്മ. ഭയങ്കര കുറെ കൊല്ലം മുന്നാ. അപ്പൊ എനിക്ക് ഇതൊക്കെ കിട്ടിയത് ഓർമ്മയുണ്ട്. പരിപ്പ് വിളമ്പും, പിന്നെ ഈ വട. അപ്പൊ നമുക്ക് അത്ഭുതമായിരുന്നു, നമ്മൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ലല്ലോ സദ്യക്ക്. അങ്ങനെ ഇത് കുഞ്ഞെ പലകയായ മല്ലിയില കൊണ്ടൊരു തോരൻ ഉണ്ടാക്കും. സരിത ഒരാള് ആദ്യം റെസിപ്പി പറഞ്ഞിട്ടുണ്ട്, മല്ലിയില തോരൻ. എന്നിട്ട് ചേട്ടൻ ഉണ്ടാക്കിയിട്ടില്ലേ? അല്ല, പറഞ്ഞല്ല, ആരോഗ്യ മാസികയില് 15 കൊല്ലം മുമ്പുള്ള ഒരു ഹെൽത്ത് റെസിപ്പി മല്ലിയില തോരൻ. എന്നിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിച്ചത് കഴിച്ചിട്ടുണ്ട്. ശരി ഓർമ്മയുണ്ട്. അപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് 3 മണി 3:30 ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം 4 മണിയാകുമ്പോഴുള്ള ചായ കുടിക്കുള്ള പലഹാരമാക്കിയിട്ട് വിചാരിച്ചതാണ്.
പരിപാടികൾ കംപ്ലീറ്റ് പൊളിഞ്ഞിപ്പോൾ സമയം വൈകുന്നേരം 7:10 അല്ല അത് നമ്മുടെ ആഴ്ച സംഭവമല്ല. നമ്മൾ രാവിലെ 7 മണിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു നിൽക്കുക. നമ്മളത് 11 മണിയാവും എടുക്കുമ്പോൾ. നമ്മളൊരു 11 മണിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുക, അത് തുടങ്ങുമ്പോൾ 2 മണിയാവും. അപ്പം നമ്മളൊരു 3 മണിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, അതിപ്പോൾ 7 മണി. ഇന്നത്തെ കാലത്തെ മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പക്ഷെ പകൽ മൊത്തം നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മുഴുവൻ അരിഞ്ഞിട്ടുണ്ട്. ഈ അളവുകളൊന്നും ആൻറ്റി പറഞ്ഞു തന്നിട്ടില്ല, അതൊക്കെ ഇതിലേക്ക് ആവശ്യത്തിന് ചേർക്കാൻ സാധനങ്ങൾ ചേർക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കടലമാവ് ഇപ്പോൾ നമ്മൾ ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട്. 2-3 ടീസ്പൂൺ ഇട്ടൊന്ന് പരീക്ഷണം നടത്താൻ സാധിക്കില്ല. പോരാ, 4 വലിയ നിറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കി നോക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് കുഴയ്ക്കുമ്പോൾ അറിയില്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് കേട്ടോ, എരിവിന് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളതും ഇവിടെ ഗരം മസാല പൊടി കേട്ടോ. അത്ര മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇല്ല ആവില്ല, ഇത് തുണ്ട് തട്ടിയത് അധികമാവില്ലെങ്കിൽ പിന്നെ എന്തിനാ തട്ടണം? ഒരു സംശയം എനിക്ക്. കാരണം ഇതിങ്ങനെ ഉയർന്നു നിൽക്കേണ്ടതേ അല്ലേ? മതി 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 മതി. ഒന്ന് മിക്സിങ് ആക്ക്. വെള്ളം ചെയ്യാൻ പോവാണ് കേട്ടാ. വെള്ളം സൂക്ഷിച്ച് ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടാ. ഇതിൽ നല്ല കട്ടി വേണം. ഇപ്പം ഈ ഇലയിൽ വെള്ളം ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് വെള്ളം. ഇതിട്ട് ചേട്ടാ, കടലമാവല്ലേ, തിരുവണ്ണ കടലമാവ് വേണം. ഇട്ടോളൂ. അപ്പോൾ വീണ്ടും 2 ടീസ്പൂൺ ഇട്ടോട്ടെ. അതിന് നോക്കിയിട്ട് ഇട്ടാൽ മതിട്ടാ. നല്ല ടേസ്റ്റുള്ള സാധനമായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇട്ടോ 1 ടീസ്പൂൺ ഇടാല്ലേ. ചിലപ്പോൾ വെള്ളം ഇത് കണ്ട ഇതിലിപ്പോ ഇല മാത്രമേ കാണുള്ളൂ. ഒരു തുണ്ട് വെള്ളം പോലും നമ്മൾ ഇപ്പോൾ അതെ മല്ലിയില നന്നായിട്ട് വാലാൻ വെക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല ചിലപ്പോൾ നോക്കിയിട്ട്. നമ്മൾ 7 ടീസ്പൂൺ കടലമാവ് പൊടി ഇട്ടു കേട്ടോ. കടലമാവ് 1 ടീസ്പൂൺ വേണമല്ലേ. 1 ടീസ്പൂൺ ഇട്ടു, കുറേ വരൂ. ഇപ്പോൾ 8 ടീസ്പൂൺ നിറച്ചിട്ടു ഇട്ടാ. 1 ടീസ്പൂണിന് വേണ്ടി വരുന്നോണം ഇട്ടോ. ദൈവമേ, അടയില്ലേ, അടയുടെ ഒരു പാകത്തിനാണ് ഇതിൽ വേണ്ടത് കേട്ടാ. 9 ടീസ്പൂൺ ഇട്ടു. 9 ടീസ്പൂൺ വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടാ. തൈര് ലേശം വെള്ളം സൂക്ഷിച്ച് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മതി, വെള്ളം ഒഴിച്ചിട്ടില്ലേ അല്ലേ? മതി മതി മതി. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഉരുളയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുഴച്ചു ഞാൻ കൈ കഴുകി തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കൂടിയും എണ്ണയല്ല എന്നിട്ട് സൺഫ്ലവർ ഓയിൽ. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അവിടെ വെളിച്ചെണ്ണ കിട്ടില്ല, അല്ലെങ്കിൽ കൈ മൊട്ടി പിടിക്കും. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. കുറച്ചും കൂടി പൊടി ഇടേണ്ടി വരുമോ? കാരണം ഇത് കണ്ട, അല്ല ഇത് കണ്ട അങ്ങനെ ഇതാ ഷേപ്പിൽ ഇങ്ങനെ കിട്ടണ്ട നമുക്ക്. കുറച്ചുകൂടി പൊടി ഇടാട്ടാ. മറ്റേ എന്താ പറയാ, ഇനി വെള്ളം ഒഴിക്കണ്ട ചേട്ടാ. വെള്ളം ഒഴിച്ചതാ പ്രശ്നമായതുകൊണ്ട്. നമ്മളെല്ലാം ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കാറ്. ഒരു വട്ടം ഉണ്ടാക്കി നോക്കുന്ന പരിപാടി ഇല്ലേ? മതി 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 മതി, ഇത്ര മതി. സൺഫ്ലവർ ഓയിൽ ഒരു സ്വല്പം കയ്യിൽ 2 കയ്യിലേക്ക് ആക്കിണ്ട് കേട്ടാ. ഇതിനിങ്ങനെ പൂട്ടുമ്പോ പോലെയാക്കും അല്ലേ? ഇതിലിപ്പോഴും ഇത്തിരി വെള്ളം നല്ല കൂടുതൽ പോലെയാണ് കേട്ടാ ചേട്ടാ. ഇനി ചേട്ടൻ ഇത് ഇടില്ല അല്ലേ? എന്നിട്ട് പറയാ കടലമാവ്, അതാണ് ഈ ആലോചിക്കണേ. കടലമാവ് ഇനി ഇടില്ലാന്ന് ചേട്ടൻ. എത്ര സ്പൂൺ മൊത്തം ഇട്ടു? 10-15 സ്പൂൺ ഇട്ടു തോന്നുന്നു അല്ലേ? 14 ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇതിനിങ്ങനെ ആക്കിയിട്ട് ആവിയിൽ പുഴുങ്ങണം. ഇത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുറേ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അയ്യോ, അതിലിത്തിരി ഒരു എണ്ണയാക്കണല്ലേ നല്ലത്. ഇതിലെ ഒരു സ്വല്പം എണ്ണയൊക്കെ ഉണ്ട് കേട്ടാ. കയ്യിലാക്കിയിട്ട് നീ പറ്റി വെച്ചാൽ മതി. ഇത് കറക്റ്റ് തരുത്തേ. മൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ? മൂടി വയ്ക്കുക അല്ലേ? വേവട്ടെ.
അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചാൽ കുറച്ച് സമയം നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ചെയ്യാം. ഇതിനെ എന്തിനറിയോ റോഡൊക്കെ വീടുണ്ടാ പോലെ ഇരിക്കുന്നുണ്ടാ തുറന്നോട്ടാ. ഓ മൈ ഗോഡ്, നമ്മൾ ഉണ്ടാക്കിയതിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് വന്നാലും വന്നില്ലെങ്കിലും അതന്നെ എന്താണ് ഇവിടെ മിസ്റ്റേക്ക് വരണം. ചേട്ടാ എപ്പോഴും ഒരു പാചകം ചെയ്യുമ്പോൾ പറയാം അങ്ങനെയാ, പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും വരരുത്, മിസ്റ്റേക്ക് വരണം. അപ്പോഴാണ് ആ വീഡിയോ രസമുള്ളൂ. ആഹാ എന്തൊരു നല്ല സ്മെല്ലാ ഇതിന്റെ. ഇത് ചൂടാറട്ടെ. ചൂടാറി കഴിഞ്ഞിട്ട് മുറിക്കുക. ഇതിനെ നോക്കി സ്ഥലത്ത് മറച്ചിടാൻ കണ്ട ഒരു കുഴപ്പമില്ല. അടിവശം ചമ്മന്തി. ഇത് ശരിക്കും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കണ്ടേ, കറക്റ്റ് റൗണ്ട്. നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വെള്ളം കൂടുതൽ പോലെ ഇരിക്കണ്ടായിരുന്നേ. കുറച്ചേരം എടുക്കാൻ കേട്ടോ. ചൂടാറിയിട്ടില്ല ഞാൻ പിന്നെ വേണ്ട ഇതിനടുത്ത് ഇതുമേ പറയാൻ വയ്ക്കാൻ നമുക്ക് വേണമെങ്കിൽ പലകേമനിക്ക് എടുത്ത് വെക്കണം. പിന്നെ ഇത് വെച്ചിട്ടില്ല. അയ്യോ ദേ വീണ്ടും വെള്ളം തന്നെ വാ പലകേമ. അത് കുഴപ്പമില്ല. അപ്പോൾ ഫുൾ സർക്കിളിന് പകരം ഹാഫ് സർക്കിൾ ഷേപ്പിലായിരിക്കും നമ്മുടെ ഈ വട ഇരിക്കുക. ഇതിപ്പോ ചൂടാറിയിട്ട് ഇത്തിരി കട്ടി വേണ്ട ചേട്ടാ, തീരെ കനം കുറവാ. അത്ര വേണ്ട, അത്രയ്ക്ക്. ഓക്കെ കറക്റ്റ്. ഇത് ചൂടാറിയിട്ട് മുറിക്കുക കേട്ടോ. കണ്ട ചൂടാറിയിട്ട് നല്ല ചൂടുണ്ട്. സരിത അപ്പം അത് ചെയ്യും. അതിൽ തീ കത്തിച്ചിട്ട് നോക്കിയാൽ ഇത് നോക്കിയാൽ ഈ പാത്രം നമ്മുടെ അടുപ്പത്ത് ചെന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിരിക്കിനി ഓയിൽ ഒഴിക്കും. അപ്പം ഞാൻ മുറിക്കട്ടെ വീണ്ടും. ഫ്രൈ ആയിരിക്കും മുറിക്കട്ടെ വീണ്ടും. ഭയങ്കര ചൂടാ സരിത. അയ്യോ ഇത് ഇത്തിരി ഒരെണ്ണത്തിന് ഇത്തിരി ആ വിള്ളലില്ലേ, കനത്ത വിള്ളല അത്. അതെന്താ തന്നെ ഇത് ശരിക്കും മൊത്തം മുങ്ങി കിടക്കണ പോലെയല്ല വറക്കണ്ടേ? ആണോ അതോ ഇങ്ങനെയാണോ? നീ മുറിച്ച ശരിയായിട്ട് ചെയ്തു. ഇല്ലേ മുറിച്ച ശരിയായിട്ട് അത് മുകളിലേ ഇങ്ങനെ മുറിക്കണം. ജഗുന് മുറിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്ക്. അവരെന്താ തരാൻ മുറിക്കാൻ? ലാസ്റ്റ് തരാന്ന്. അല്ല മുറിക്കാൻ തരാം, ധൈര്യമായിട്ട് പേടിക്കില്ല. വിള്ളല് വന്നേക്കണ ആരാ ജഗുവാ? സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. ഇത്ര മതിയാവൂല്ലേ ഓയില്? മറച്ചിട്ടാ മതി. മറച്ചിട്ടാ മതി. ഓ മുറിക്കിട്ട് കൂളായിട്ട് ഓ ക്ലിക്ക് ക്ലിക്ക് ഒരോട് അതിനെ ഒരു അത് നീ മുറിച്ച് ശരിയായി നാട്ടല്ലേ. ഛർദിക്ക് ഇതായിട്ട് മുറിച്ചിട്ടില്ല. എനിക്ക് വേണ്ട, മുറിക്കണ്ട. അപ്പൊ അല്ല ഇത്തിരി കനം കൂടിപ്പോയി തോന്നി ചേട്ടാ, ഇത്ര കനം വേണ്ടായിരുന്നു. നീ പറഞ്ഞിട്ട് അത്ര കനാക്കിയത് കുഴപ്പമില്ലേ? അത് നല്ല ഭംഗിയില് കാണാനായിട്ട്. നമ്മളിതിൽ ഫ്രൈ ചെയ്യാനായിട്ട് വട്ടത്തിന്റെ പകരം ഒരു ഓവലൊക്കെ ആയിന്നുള്ളോട്ടാ. എവിടെയാ? യൂട്യൂബില്. അത് മറ്റേതാ വേറെ, അത് ആലുവടി. ആലുവടി അല്ലേ? അല്ല അതിന്റെ പേര് എന്തിട്ട് വടിയാ? അത് ചേമ്പിന്റെ ഇല ചുരുട്ടിട്ടുണ്ടാക്കി. ഇത് കൊത്തമ്പീർ വടിയാണ്. ഇത് ചൂടായിട്ടാ നല്ല ചൂടാവട്ടെ, അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണ കുടിക്കും. വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ. ഓയിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെക്കാം ഓരോന്നോരോന്ന്. അയ്യോ ടീസ്പൂൺ വേണം. അയ്യോ 2 സ്പൂൺ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലോ. ടീസ്പൂൺ ഇപ്പോൾ വേണ്ട. ഈ വിള്ളലുള്ളൊരു അകലോന്നാണ് എനിക്കൊരു പേടി. മൂന്നെണ്ണം കൊള്ളണ്ടേ? അല്ല മറച്ചിടണ്ടേ? മറച്ചിടാൻ പ്ലക്കർ വേണം. പ്ലക്കർ വേണ്ട. തീ കുറയ്ക്കല്ലേ? വെന്തതാണ് പക്ഷെ ഫ്രൈ ആകുമ്പോൾ പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെയില്ല നമ്മൾ ശരിക്കും റൗണ്ട് കിട്ടിയില്ല എന്നുള്ളൊരു പോരായ്മയുള്ള നമുക്ക്. വേണമെങ്കിൽ ആ ഒരു ടീസ്പൂൺ തന്നു കഴിഞ്ഞാൽ ഒന്ന് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒന്ന് കൊള്ളിക്കാം. സരിത അയ്യോ അടി പിടിച്ചു പെട്ടു. ഇതേ ഈ ഇല്ല അടി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് വയ്ക്കാം. തീ കുറച്ച് തീ നല്ല മണം കേട്ടോ, ബെസ്റ്റ് മണം. അത് പുഴുങ്ങുമ്പോൾ തന്നെ മണം വന്നോടും, നല്ല മണം. പിന്നെ വയ്ക്കട്ടെ. ഇതിലത്ര ഷേപ്പുള്ളവരല്ല. ഓക്കെ മറിച്ചൊന്നിട്ട് വയ്ക്കാലോ. നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഓ യുറേക്ക, നമ്മുടെ സംഗതി വിജയിച്ചു. പരിപാടി സംഗതി ഫിറ്റായിട്ടാ. ഈ 3 പേരും പിന്നീട്ടാണ്. പിന്നെ അത് ഒത്തിരി ഒന്നും കൂടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ എടുക്കാൻ സ്ഥലമില്ല. കൂട്ടി കഴിക്കാൻ ഒന്നുമില്ലേ? കൂട്ടി കഴിക്കാൻ വല്ലതും ഉണ്ടാ? അങ്ങനെയൊന്നുമില്ല. അവര് ചോറിന്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞില്ലേ? നമുക്ക് ചോറ്
അതാവട്ടെ ചേട്ടാ, ആയിട്ടില്ലേ? ചേട്ടാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവാ? നമ്മള് മീൻ വറുത്തൊക്കെ കഴിക്കില്ലേ ചോറിന്റെ കൂടെ, എന്ന പോലെ അവര് മറാഠികൾ കഴിക്കണതാണ് ഇങ്ങനെ. അതിന്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഇത് കഴിക്കുന്നു. സാധനം പരിപാടി വിജയിച്ചു. പരിപാടി ഇനി ഇതിന്റെ ടേസ്റ്റ് അതെ ഫ്രൈ ആയി. അവട്ടെ ചേട്ടാ, ആവട്ടെ ചേട്ടാ. നന്നായി മൊരിച്ചെടുക്കണം പറഞ്ഞിട്ടാ, നന്നായി മൊരിയാന്ന് പറഞ്ഞിട്ടാ. മുരിഞ്ഞോട്ടെ, മുരിയണമായിരിക്കും. സെൻറ്ററിലുള്ളത് വേണമെങ്കിൽ അതിണ്ടോ, അവിടേക്കല്ലേ തീ കിട്ടണമല്ലോ. ഇത് അത്രയ്ക്ക് വലിയ അടുപ്പല്ലല്ലോ. അതായിണ്ടോ ഇല്ലേ? ആയിട്ടില്ലേ? മതി മൊരിഞ്ഞുണ്ട്. അത് പീസായിട്ടില്ല. എല്ലാത്തുമ്മലും ഒരു വിള്ളലുണ്ടല്ലേ ചേട്ടാ? അതാ എല്ലാത്തുമ്മലും ഇല്ല. കുറച്ചും കൂടി മൊരിയണോ? ഇനി മൊരിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചിരുവില്ലേ? ആ മല്ലിയില. അടിപൊളി സാധനം. ഇവനെ നമുക്ക് ഇതിൻ്റെ പീസാണ് അടർന്നത്. അവനെ നമുക്ക് അരിക്കൻ്റെ മുട്ടിച്ച് നോക്കാം. കഴിഞ്ഞു പരിപാടി. സൈഡിൽ ചെയ്യണം തലകൾ. അപ്പോൾ സംഗതി കഴിഞ്ഞു കേട്ടോ പരിപാടി. നമ്മുടെ ഇതേ അടിപൊളി സാധനം. ഞങ്ങള് ഇതിന്റെ തമ്പനയിൽ എടുക്കുകയായിരുന്നു, അപ്പോഴത്തേക്കും അത് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു. കരിഞ്ഞു എന്ന് പറയും എൻ്റെ ചേട്ടന്റെ ഭാഷയിൽ മൊരിഞ്ഞു. അപ്പോൾ ഇവരെ 3 പേരെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നില്ല. തീ ഓഫ് ചെയ്തു. ജഗ്ഗു കഴിച്ചു തുടങ്ങിട്ടാ, അല്ലെങ്കിൽ വിളിച്ച് ഇട്ടൊക്കെ വേണം. ഇപ്പൊ മണം പിടിച്ച ആൾ അവിടെ നിന്ന് വന്നു. അതിന്റെ സാധനം നല്ല മണാ വരുന്നത്. ഇതിന്റെ ചൂടുണ്ട്. സോസ് വേണം. രസമുണ്ടാ? രസമുണ്ട്. കനം കൂടുതലാണോ? കനം കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സോസിൽ മുക്കിട്ട് തിന്നണ്ട. തീ കെടുത്തി അതിന്റെ എന്തിനും മുക്കി തിന്നണം. അപ്പോഴാണ് ടേസ്റ്റ്. ഞാൻ സോസിൽ മുക്കിട്ട് അല്ലാണ്ട് കഴിച്ചോട്ടാ. അല്ലാണ്ട് കഴിക്കുമ്പോ രസമുണ്ട്. എനിക്ക് സോസിൽ മുക്കി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത്. നല്ല രസമുണ്ട്. രസമുണ്ട്. അത് മുരിയട്ടെ. നന്നായി മൊരിഞ്ഞു. അടിപൊളി. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ തേങ്ങ എന്ന് പറഞ്ഞൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ട് പറഞ്ഞോളാം. പറയാൻ വേണ്ടിയിട്ടില്ലേ? അതെന്താ ഉപയോഗിക്കാതെ? ഞാൻ ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുന്ന പറഞ്ഞിട്ടുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ എന്താ തേങ്ങ എന്ന് പറഞ്ഞ വാക്ക് കൂടുതലാവും എന്ന് പറഞ്ഞിട്ട്. ചേട്ടന് തേങ്ങ കേൾക്കാൻ കുറേ പേര് ഇരിക്കുന്നുണ്ട്. അവർ ചേട്ടൻ നിരാശപ്പെടുത്തരുത്. പറയില്ല. പറഞ്ഞോ? അല്ല, അങ്ങനെ കരുതി കൂട്ടി പറയണ്ട. തന്നെ വരുന്നത് വന്നോട്ടെ. കരുതി കൂട്ടി ഞാൻ പറയാറില്ല. ശരിയാ. ആളുകൾക്കാണ് തോന്നുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോ ചേട്ടൻ പറയില്ല. അപ്പൊ കരുതി കൂട്ടി പറയണതല്ലല്ലോ. തന്നെ വരുന്നതിനെ ഇങ്ങനെ നമുക്ക് നിർത്താൻ പറ്റാ? കരുതി കൂട്ടി പറയണതിന് ഒരു കട്ടി. അയ്യോ, അത് ഭയങ്കര കഷ്ടാ. അതാ കളയിരിക്കോ? കളയില്ലാന്ന് കളയില്ലാന്നാണോ? കളയാൻ പറഞ്ഞത് കേക്കില്ലാന്നാണോ? കളയിരിക്കോ? നമ്മുടെ സ്വാഭാവികമായ സാധനേ വരുന്നതേ, അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ സാധനം തിന്നാനായിട്ട് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ കൂടി തിന്നണം കേട്ടോ. നല്ല രസമുണ്ട് തിന്നാൻ. ഇപ്പോൾ ചേട്ടന് മൂഡ് ഓഫ് എന്താന്ന് ചേട്ടനകത്ത് തീ കയറി കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആവും. അതാണ് പരമാവധി നമ്മൾ പുറത്ത് വീഡിയോ എടുക്കുന്നത്. പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ എന്തുട്ടെങ്കിലൊക്കെ ചേട്ടൻ കാണും, ചാടും. അത് വേണ്ട റൗണ്ടിയാ കഴിച്ചു നോക്കാനാ? കഴിഞ്ഞത് കഴിക്കണ്ട, പൊട്ടയാ. നമുക്കത് വെളിച്ചെണ്ണ കട്ടൻ ചായ കുടിക്കായിരുന്നു അല്ലേ? അപ്പോൾ നിർത്താം. ഓക്കെ. അപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്തിരി ഹെൽത്തി സാധനമായിരിക്കില്ല, കുഴപ്പമില്ല. ഇല്ല, നല്ല സാധനമായിരിക്കും. നീ എടുത്തോ. ജഗുവിന് ഭയങ്കര ഇഷ്ടമായി മനസ്സിലായി. നല്ല രസമുണ്ട്. ഇതൊന്നാ അപ്പം നിർത്താം. നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ അടുക്കളയായ കാരണം നമുക്ക് ഒരു ഓടിപ്പടഞ്ഞും ചാടിപ്പടഞ്ഞും ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പം നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. നന്ദി, നമസ്കാരം.